ഞങ്ങളിപ്പോൾ പോണത് കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിലേക്കാട്ടോ. റഹ്മത്ത് ഹോട്ടലിന് ഫുഡ് കഴിച്ചവരൊക്കെ താഴെ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കോഴിക്കോട്ടുകാരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഹോട്ടലാട്ടോ റഹ്മത്ത് ഹോട്ടൽ. കുറച്ച് യുവാക്കൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംരംഭമാണ് റഹ്മത്ത് ഹോട്ടൽ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. താഴെ ആയാലും മുകളിൽ അപ്സ്റ്റെയറിലൊക്കെ തിരക്ക് തന്നെയാണ്. ഫാമിലി റൂമിലൊക്കെ ഇപ്പം ഇങ്ങനെ വരി നിന്നിട്ടാണ് ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ ഫുഡിനൊക്കെ ഓർഡർ ചെയ്തത്. ഒരാൾ തീരുമ്പോൾ ഒരാൾ തീർത്തിട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് അവിടെ. കാരണം ഞാൻ ഇതിന് മുന്നേ വന്നപ്പോൾ ഒന്നും ക്യൂ ഇത്ര കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു മതി നമ്മൾ തിരിച്ചു പോയാലോ, പിന്നെ അവിടെ വരെ വന്നല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഈ ബിരിയാണിയുടെ മണമൊക്കെ അടിച്ച് പിന്നെ പോകാൻ തോന്നില്ല. ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. പിന്നെ ഇവിടുത്തെ ഹോട്ടലിലെ ഫുഡിനെ പറ്റി പറയണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ബീഫ് ബിരിയാണിക്ക്. ബീഫ് ബിരിയാണി മാത്രമല്ല, ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ബീഫ് ബിരിയാണി വാങ്ങി മോക്ക് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് മോക്കൊരു ലൈമ് വാങ്ങിക്കൊടുത്തു. ഞങ്ങൾക്ക് വിശന്ന് പോയതുകൊണ്ട് തന്നെ 2-3 പ്ലേറ്റൊക്കെ വാരി ഹസ്ബൻഡ് കുറേ തിന്നു, ഞാനും തിന്നു. അങ്ങനെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രത്യേക ടേസ്റ്റുള്ളൊരു ബിരിയാണി എന്ന് പറയുന്നത് ബീഫ് തന്നെയാണ്. ചിക്കനെക്കാട്ട് എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണി. പിന്നെ എൻ്റെ സൈഡൊക്കെ അടിപൊളിയാണ്. അച്ചാറൊക്കെ ടേസ്റ്റാണെന്ന് പറയും. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു, തിരിച്ചു പോയി. പിന്നെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ കോർണേഷനിൽ കയറി സിനിമ കാണാൻ. പക്ഷെ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അത് പിന്നത്തെ ഒരു വ്ളോഗിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.